വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നീച്ചതിന് ശേഷം എന്താ കട്ടൻ ചായയും ഒരു കടിച്ചാൽ പൊട്ടാത്ത മിച്ചറും ഉണ്ടായിട്ടോ. ആ കൂടി തിന്നാട്ട് ഇതാ ഞാൻ എനിക്ക് പണിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങലെടുത്തി. അന്തിക്കാണ് ഇപ്പോൾ 4-5 ദിവസമായിട്ട് പണി. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ചോറ്റിന് കൂട്ടാൻ കൊള്ളാനും വേണ്ടി ഉള്ളി കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. പിന്നെ ആ ഉള്ളി കൂട്ടാൻ 2 ഉള്ളിയും ഒരു തക്കാളിയും കൊണ്ട് വലിച്ചെടുത്തിട്ട് ഒരു കത്തിയെടുത്തിട്ട് രണ്ടും വെട്ടി മുറിച്ചെടുത്തിട്ടോ. അങ്ങനെ മുഴുവൻ തേച്ചാക്കി നന്നാക്കി ഇതാ ഉള്ളി ഏരിയയിലെടുത്ത് അങ്ങനെ കണ്ണും മൂക്കൊക്കെ എരിഞ്ഞ് ഉള്ളിയും തക്കാളിയും മുഴുവൻ വെട്ടി നുറുക്കി നന്നാക്കി ഉണ്ടാക്കിട്ടോ. അതിനുശേഷം പിന്നെ അടുപ്പിൻ്റെ തൊട്ട് പോയിട്ട് നേരെ ചീഞ്ചട്ടി എടുത്തിട്ട് നല്ലോണം തേച്ചോറായിട്ട് പിന്നെ ഞാൻ അടുപ്പ് തീ കൂട്ടാൻ വേണ്ടി ഒരുങ്ങലെടുത്തിട്ടോ. അടുപ്പിൽ ഉമ്മൻ്റെ കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ കുടുക്കുണ്ടായിട്ടോ. അത് നേരെ ഇപ്പുറത്ത് അടുപ്പൊക്കെ മാറ്റി വെച്ചാട്ട് ഞാൻ ബൾക്ക് കത്തിച്ചാട്ട് കുറച്ച് ഓലോടി അട്ടത്തുനിന്ന് അങ്ങോട്ട് എടുത്തിട്ട് തീ കൂട്ടലെടുത്തിട്ടോ. അങ്ങനെ തീയൊക്കെ കത്തി വന്നപ്പോൾ തന്നെ ഞാൻ എന്താ നേരെ ചീഞ്ചട്ടി അടുപ്പത്തേക്ക് എടുത്ത് വെച്ചിട്ടോ. പിന്നെ വേറെ പോയിട്ട് നേരെ ചെറിയ 2 പേരും കൊള്ളി എടുത്തിട്ടുണ്ടോ എന്നിട്ട് അടുപ്പൊക്കെ വെച്ചെടുത്ത് പിന്നെ ഉള്ളിയും തക്കാളിൻ്റെ തോലൊക്കെ ഇതാ നമ്മൾ കുഴിച്ചിട്ട് ഇനി പ്രേസം ബോട്ടിൻ്റെ താഴത്ത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടോ. അങ്ങനെ ഓലോടിയൊക്കെ നല്ലോണം ആളി കത്തൽ തുടങ്ങിയപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടോ. ചൂടായപ്പോൾ ഞാൻ എന്താ നേരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് എറിയിട്ടോ. പത്തടങ്ങായി ഒന്നും പാരാൻ നിൽക്കണ്ടട്ടോ ആരും. വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയാണ്. അങ്ങനെ വെളിച്ചെണ്ണയും ചൂടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നമ്മൾ ഉള്ളിയും തക്കാളിയും വെട്ടി നുറുക്കിയ നേരെ ഇട്ട് കൊടുത്തു. പിന്നെ പൊടിപ്പിൻ്റെ അളക്കെടുത്തായിട്ട് ഇതാ പൊടിപ്പ് കുറച്ച് ഭാരിട്ട് കൊടുത്ത് ഒക്കെ എനിക്കൊരു മനക്കണക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി എത്ര കിട്ടോണ്ടിട്ടോ. ഞാൻ ഉണ്ടാക്കണ ഏരിയ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉള്ളിയും തക്കാളിയൊക്കെ വേഗം പാടുമെന്ന് പറഞ്ഞേക്കട്ടോ. അങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്ത് പിന്നെ മണ്ടത്തോണ്ട് നേരെ മൂടി വെച്ച് അങ്ങോട്ട് നല്ലോണം തെജ്ജും കത്തിച്ച് കുറച്ച് നേരം വേവിച്ചിട്ടോ. ഞാൻ എൻ്റെ അവിടെ ഗ്യാസില്ല ചങ്ങായി എന്നൊന്നും ആരും ചോദിച്ചാൽ നിൽക്കണ്ടട്ടോ. അടുപ്പത്ത് വെച്ചതിൻ്റെ രസം ഉണ്ടാവില്ല, ഗ്യാസുമേ ഉണ്ടാക്കിയാൽ വിചാരിച്ചാട്ടോ ഞാൻ അടുപ്പത്ത് തെജ്ജൂട്ടി. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ കുറച്ച് ബാടി വന്നപ്പോൾ ഞാനതിലേക്ക് കുറച്ച് കുരുവോളിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടോ. കുരുവോളിൻ്റെ പൊടി ഒന്നായിട്ട് ബാരിടാൻ നിൽക്കണ്ടട്ടോ, നല്ല എരിവയ്ക്കാരട്ടോ. ഞാൻ ഒരു നുള്ളെങ്ങാനും ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ അതിനകത്ത് എരിയൊന്നും വേണ്ട. ഇത് പാതിരിക്ക് തിന്നാനുള്ള ചോറല്ലേ, എന്തായാലും നേരം കണക്കാവുന്ന ഉറപ്പാണ്. അങ്ങനെ നല്ലോണം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ബാടി വന്നിട്ടോ. ഇതുകൊണ്ട് ഞങ്ങൾ ചീഞ്ചട്ടിൻ്റെ അടി പിടിച്ച് തന്നെയല്ലേ എത്ര ആയാലും. കാരണം ചീഞ്ചട്ടി അത്രക്കും ഭയക്കുള്ള ചീഞ്ചട്ടിയാണ് നമ്മളത്. നല്ലോണം മയങ്ങിയ ചീഞ്ചട്ടി കേട്ടോ. അങ്ങനെ കുറേ നേരം വേവിച്ച് അത് സെറ്റാക്കി എടുത്ത് വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ അടുപ്പത്തുള്ള ആ കനലിൻ്റെ അടുത്തേക്ക് തന്നെ ഉമ്മൻ്റെ കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ കുടുക്കെടുത്ത് വെച്ചിട്ടോ. ഇതുപോലെ കന്തിക്ക് കുടിച്ചാലുള്ള കഞ്ഞിൻ്റെ വെള്ളം അയ്യര്. അപ്പോൾ ഒന്ന് ചെറിയൊരു ഇളം ചൂടിൽ നിൽക്കണം നല്ലതാണ് കേട്ടോ. പിന്നെ നേരെ ആ ബായമൊക്കെ പോയൊക്കെ മുറ്റത്തെ ബായൻ്റെ നിറവിലാണ് കേട്ടോ. എല്ലാം വെച്ച് പറിച്ചാനും കിട്ടാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇട്ടിച്ച് പോകുന്നത്. അങ്ങനെ തിരുമ്പികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ചോറ്റും പാത്രം എടുത്തിട്ട് നേരെ കുറച്ച് ചോറും മാന്തൾ പൊരിച്ചുകൊണ്ടായിട്ട് ഉച്ചക്ക്. അപ്പോൾ ആ മാന്തൾ പൊരിച്ചൊന്നും എടുത്ത് പിന്നെ ഇതൊക്കെയാണ് നമ്മളെ ഉള്ളി കൂട്ടാൻ. എന്താ അതിൻ്റെ ഒരു മട്ടം കാണാൻ തന്നെ. ഇതുണ്ടെങ്കിൽ തന്നെ ഒരു ഇടങ്ങായി മുഴുവൻ ചോറുന്ന അത്രക്കും ടേസ്റ്റ് ആയിക്കാരട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ നിങ്ങൾ. ഏതായാലും ഞാൻ ആ റസ്കിൻ്റെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോയിട്ടോ ചോറ്റും വരേക്ക്. അങ്ങനെ അന്തി പാതിരായപ്പം 12 മണി കണക്കായിന് ചോറുന്നപ്പോൾ. ഓരോരുത്തർ ചീരൻ്റെ ഇലയും മുരിങ്ങൻ്റെ ഇലയൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിട്ടോ. അങ്ങനെ ചോറയിപ്പൊക്കെ കഴിഞ്ഞാൽ ഇതാ മാന്തളിൻ്റെ മുള്ളമേ കളിച്ച് ഇങ്ങനെ കുത്തിരക്കുമ്പോൾ ആരോ ഉണ്ട് കേട്ടോ കല്ലിൻ്റെ വേദന അറിഞ്ഞ് വരുന്നത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പാഞ്ഞ്